ഒരു പുതിയ ഡിഷ് കണ്ടു. കൊച്ചി കോയ എന്ന് പറയും. എനിക്ക് മാമുക്കോയ എന്നാണ് വായി വരുന്നത്. അത് നല്ല കഴിക്കുന്നുണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. ശരി, ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ച് പഴം, തേങ്ങാപ്പാൽ, പാൽ, ശർക്കര, പഞ്ചസാര എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് കൊച്ചി കോയ എന്നാണ്. എനിക്ക് നാണാവുന്നത് പേര് അറിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചെറിയുള്ളി അരിഞ്ഞിട്ട് കുറച്ചൊന്ന് ചതച്ചതാണ്. പിന്നെ പൂവമ്പഴം എന്ന് പറയും ഇവിടെ, പക്ഷേ ഈ സാധനമാണ് കിട്ടിയ ഏലക്കി എന്ന് പറയും ഇവിടെ ഇതിന്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കത്ര. പൂവമ്പഴത്തിൻ്റെ ചെറുതാണ് കേട്ടോ. ഷുഗർ ഉണ്ട്, ജാഗരി ഉണ്ട്, അവൽ വറുത്തതാണ് കേട്ടോ, വറുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ മിൽക്ക്, അതായത് കോക്കനട്ട് മിൽക്ക് ഉണ്ട്, കൗ മിൽക്ക് ഉണ്ട്, കാച്ചിയ പാലാണ്. ഓക്കെ, കാച്ചി ആറിയ പാലാണ്. പിന്നെ ലൈമിൻ്റെ ജ്യൂസ് ഇപ്പോൾ എടുക്കണം. ഇത് ഇഞ്ചി ജ്യൂസാണ്. ഓക്കെ, ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഉള്ളിക്കകത്തോട്ട് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പഴം, ശർക്കര, ഷുഗർ, ജാഗിരി, ലൈം, ഇഞ്ചി ജ്യൂസ്, പാല് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അവലിടാം. അവൽ വറുക്കണം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള അവലാണ് കേട്ടോ, ഡബിൾ ഹൗസിൻ്റെയാണ്. എനിക്ക് ബൈ ചാൻസ് ഞാൻ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തപ്പോൾ ഒരു ദിവസം കിട്ടിയതാണ്. ഈ ഒരു അവല് ഇതുണ്ടോ, നല്ല പരന്ന് നല്ല സോഫ്റ്റ് ആൻഡ് തിന്നാണ്. ഇത് വറക്കുന്നത് മാത്രമേ ഇതിനകത്തൊരു ചെറിയ ജോലി നമുക്കുള്ളൂ. അവലായ കാരണം ഇച്ചിരി കൂടുതൽ എടുത്തില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് തികയത്തില്ല. ഇത് പെട്ടെന്നങ്ങ് ചെറുതായി പോവില്ലേ നമ്മുടെ ആ ഒരു ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഒഴിച്ച് ചെയ്യുമ്പോൾ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെസേർട്ടാണിത്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കഴിച്ചിട്ടില്ല. അടിപൊളിയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യത്തില്ല. നന്നായിട്ടുണ്ടാവും, അവലാണല്ലോ. ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആക്ച്വലി അവൽ, പഴം, ലൈം ജ്യൂസ്, ജിഞ്ചർ ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്, കൗ മിൽക്ക് ആൻഡ് ജാഗറി, ഷുഗർ ഉണ്ട്. അതാണ് എൻ്റെ ഒരു വിഷമം. ഞാൻ ഷുഗർ കഴിച്ചിട്ട് കുറേ നാളായി. ഇന്നിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും ഇത് വേണം എന്ന് ഭയങ്കര നിർബന്ധം. എന്നാൽ ശരി, ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഒരു കുഴപ്പം വേണ്ട. ഇങ്ങനെ ടപ്പേന്ന് ഓടിയും കേട്ടോ. ഈ ഒരു പരുവാണ്. ഓക്കെ, നമുക്ക് നിർത്താം. നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഷുഗർ ഇട്ടിട്ട് ഷുഗർ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഷുഗർ മതി. ഷുഗർ ഇന്ന് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇത് മിക്സ് ചെയ്ത് നല്ല ജ്യൂസ് ആകുന്നത് വരെ മിക്സ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഉള്ളിയുടെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ, ആ പച്ച ചുവ പോകുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസും ഷുഗറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ്. ഞാൻ ഏതായാലും നന്നായിട്ട് മിക്സ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ഐ എം മേക്കിംഗ് ദിസ്. സോ എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് എനിക്കും ആങ്സൈറ്റി ഉണ്ട്. ഈ പഴം ഉരിച്ച് നല്ല ഉടച്ചെടുക്കാം. ഈ പഴം നമുക്ക് ഉടച്ചിട്ട് കൈവേദനിക്കുന്നു. ഉടച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കണം. പക്ഷെ മിക്സിയിലിട്ട് അടിച്ചാൽ ഫുള്ള് പേസ്റ്റ് ആകും. അത് പാടില്ല. നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ വേണം എന്നാണ് ഞാൻ കണ്ടത്. സോ ഉടയ്ക്കാം. ഇത് നല്ല പണിയാണ് ഗൈസ്. എൻ്റെ കൈയൊക്കെ കഴിക്കുന്നു. ഇത് മറ്റേ സാധനം വെച്ച് ഉടയ്ക്കുമായിരുന്നു, എളുപ്പമായിരുന്നു. കൈ കൊണ്ട് ഉടയ്ക്കണമെന്ന് പറഞ്ഞ കാരണം ഇതൊരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇത്
കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവരെ സമ്മതിച്ചിരിക്കും. ഇഞ്ചി നീര് കുറച്ച് ഒഴിക്കാം. ഇത് ആക്ച്വലി ഒരു ടേബിൾ ടോപ്പ് കുക്കിംഗ് ഐറ്റമാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഓർഡർ. എന്നാലും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം മിക്സ് ആണല്ലോ. അടുത്ത് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. ഇത്രയൊന്നും വേണ്ട, നാരങ്ങയിൽ ഒരുപാട് നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു, ഇത്രയും മതി. സോ മിക്സ് ചെയ്യാം. ഞാൻ കൈ കൊണ്ട് ഒരു സാധനവും മിക്സ് ചെയ്തിട്ടില്ല. എനിക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ തന്നെ മടിയാണ്. കൈ വേദന എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ. അടുത്തതാണ് നമ്മുടെ കുഞ്ഞുള്ളി ചതച്ച് പഞ്ചസാര ഇട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന, ഞെരടി വെച്ചിരിക്കുന്നതാണ്. വേസ്റ്റ് ചെയ്യണ്ട, തോത്തൊഴിച്ചേക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യാം. നമ്മൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈസിയാണല്ലോ, ബട്ട് ഇത് തവിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മത്ത് കൊണ്ടോ മറ്റേ സാധനം ഇല്ലേ ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുന്നത് കൊണ്ടോ ഒക്കെ ചെയ്തേനെ. എൻ്റെ കൈ വേദനിക്കുന്നു ഗൈസ്. ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. അടുത്തത് നമുക്ക് വെല്ലം എന്ന് പറയാൻ പറ്റുമോ, ഞാൻ ജാഗരി, ശർക്കര ഇടാം. ശർക്കര ഞാൻ ഇടിച്ച് പൊടിച്ചതാണ്, പക്ഷെ പൊടിയാണ് കേട്ടോ, ഇത് അലിഞ്ഞോളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എനിക്കുണ്ട്, കാണുന്നത് നിങ്ങൾക്ക് കാണത്തില്ല, ബട്ട് എനിക്ക് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിക്കും. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ, വാങ്ങിച്ചാണ്, തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ എടുത്തല്ല. കൗ മിൽക്ക് ഒരു കപ്പ്, ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ, ഇത്രയും മതി. ഈ കോക്കനട്ട് മിൽക്ക്, കൗ മിൽക്ക്, മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ പഴം, ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് നല്ലൊരു തണുപ്പിൻ്റെ ടേസ്റ്റും കൂടെ കാണും. നമ്മുടെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇത് സമ്മർ ടേസ്റ്റ് ആയിരിക്കും, അല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ തമിഴ് മനസ്സിലാവത്തില്ലേ? മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ വറുത്ത അവൽ. ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. നമുക്ക് കുറച്ച് അവലിടാം. അവലിൻ്റെ പുറത്തോട്ട് ഇത് ഡയറ്റ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഷുഗർ കഴിക്കാൻ പറ്റത്തില്ലാത്തവർക്ക് ഷുഗറിന് പകരം ശർക്കര ഇടുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ലൈക്ക് ഈന്തപ്പഴം എന്തെങ്കിലും ചേർത്താൽ, ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് പാലിൽ തന്നെ സോക്ക് ചെയ്ത് അരച്ച് ചേർത്താൽ മധുരം കിട്ടും. പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ ഇനി ബദാം മിൽക്ക് മീൻസ് നമ്മൾ ഊറ വെച്ചിട്ട് കുതിർത്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കില്ലേ, സോ ആ ബദാം മിൽക്ക് വേണമെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് കൗ മിൽക്കിന് പകരം ഉപയോഗിക്കാം കേട്ടോ. ടേബിൾ ടോപ്പ് കുക്കിംഗ് കഴിഞ്ഞു, ഇനി നമുക്ക് കഴിക്കാം. എനിക്കറിയില്ല നന്നായിരിക്കുമോ എന്ന്. ജിഞ്ചർ ജ്യൂസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ലൈം ടീ ഉണ്ടാക്കാം. പറ്റുവാണെങ്കിൽ ലൈം ടീയും കൂടെ ഞാൻ ആഡ് ചെയ്യാം. എനിക്കൊരു നല്ല ജിഞ്ചർ ലൈം ടീ അറിയാം, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഐ വിൽ ഷോ യു ദാറ്റ് ടു. കൊച്ചിക്കോയ കഴിച്ചു നോക്കാം. I don't know what is the taste of this. It's like sticky mango sticky rice പോലെ തോന്നുന്നു, ഇങ്ങനെ പിടിച്ചിട്ട്. So I don't know how it will be. കുഴപ്പമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സാധനങ്ങൾ അത്ര ഇഷ്ടമല്ല. ടേസ്റ്റാണ്. ഞാൻ സ്പൂണും കൊണ്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. ഞാനിങ്ങനെ മിക്സ് ചെയ്യാതെ ജസ്റ്റ് അവലും കുറച്ച് പഴവും കൂടെ എടുത്തു, കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അൺകമ്പയറബിൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെയാണ്. ഇതിലും ടേസ്റ്റാണ് അവലും പഴവും കൂടെ കഴിച്ചാൽ. ഐ യൂസ് ടു ദാറ്റ്. ഈ ഉള്ളിയുടെ പച്ച ടേസ്റ്റ് ഇല്ലേ, അതൊരു ഒനിയൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് നോ.
നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം എൻ്റെ കുഴപ്പമായി. ഓക്കെ, ഉണ്ടാക്കി നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾ നാട്ടിലെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടമാണ് നാട്ടിലെ ടേസ്റ്റൊക്കെ. പക്ഷേ ഇത് ആ ഉള്ളിയുടെ ടേസ്റ്റ്, എനിക്ക് പച്ച ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ബാക്കി പഴം ആ സാധനങ്ങളൊക്കെ ഓക്കെ. ഈ ഒരു ഉള്ളിയില്ലേ, അതിങ്ങനെ എനിക്ക് കടിക്കാൻ കിട്ടും. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്താണ്. പക്ഷെ അതിങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് എനിക്കത്ര പോരാ. ഓക്കെ, കഴിക്കാം മാത്രമേ ഉള്ളൂ. വലിയ ഞാൻ പ്രതീക്ഷ പോലൊന്നുമില്ല.